ഒരു പ്ലാന്റ് വെക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിലേ നമ്മുടെ ടോട്ടൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇത് തന്നെ കഴിയും. ഇതിൽ കൂടെ ഒരു നല്ലൊരു സാധനമില്ല. ഞാൻ എൻ്റെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ പലരും എനിക്ക് കമൻറ്റ് ചെയ്തു അവർക്കും ഉണ്ടായിരുന്നു ബയോഗ്യാസ് പ്ലാന്റ് ഒന്നും സക്സസ് ആയില്ല എന്ന്. ഒരു പ്ലാന്റ് സക്സസ് ആകാതെ ഇരിക്കാനുള്ള കാരണങ്ങൾ പലതാകാം. കമ്പനിക്കാരും മെയിൻ്റനൻസ് ഫ്രീ എന്നും പറഞ്ഞു തരും. പക്ഷേ ഏതൊരു സാധനത്തിനും നമ്മളുടെ ഒരു നോട്ടം അത്യാവശ്യമാണ്. കഴിഞ്ഞ ഒറ്റ പ്രാവശ്യം എനിക്ക് ഇതുവരെ സ്റ്റക്കായുള്ളൂ. അന്ന് ഞാൻ അവരുടെ സർവീസിങ് ഏജൻസിയെ വിളിച്ചു. അവർ വന്ന് എന്താണ് ചെയ്തത് എന്ന് ഞാൻ കൂടെ നിന്ന് കണ്ടുപിടിച്ചു. ഫസ്റ്റ് തിങ് നമ്മുടെ ഇൻപുട്ടാണ്. കാരണം ഈ പൈപ്പ് എങ്ങാനും പൊട്ടിയാൽ എന്ത് ചെയ്യും? സോ ഫസ്റ്റ് തിങ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. പിന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത് ഈ ഔട്ട്പുട്ടാണ്. ഈ ഔട്ട്പുട്ടിൻ്റെ ഒരു കവറാണിത്, ഈ പ്ലാസ്റ്റിക് വൈറ്റ് സാധനം. നമ്മളിത് മാറ്റി ഇവിടെ ഇപ്പോൾ ഒന്നും സ്റ്റക്കായിട്ട് നിൽപ്പില്ല, അല്ലെങ്കിൽ ഇതിലേ കൂടെ ഇങ്ങനെ ചാടി വരും. അപ്പോൾ എന്തെങ്കിലും സ്റ്റക്കായിട്ട് നിൽപ്പുണ്ടെങ്കിൽ ആ കറക്കത്തിൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സാധനം പോലും ഇതിനകത്ത് സ്റ്റക്കാവില്ല. അപ്പോൾ ഈ വെള്ളം സ്റ്റാഗ്നൻ്റ് ആണ്. അപ്പോൾ ഇതിൽ കൊതുക് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒന്നെങ്കിൽ മണ്ണെണ്ണ അല്ലെങ്കിൽ പെട്രോൾ, ഇതിലേതെങ്കിലും ഒന്ന് കൂടെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഈ വെള്ളത്തിലേക്ക്. ഇതിപ്പോൾ മണ്ണെണ്ണയാണ്. ഒന്ന് കറക്കി വിടുക. ഇങ്ങനെയുള്ള ഈ കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നമില്ലാതെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ സാധനമാണിത്. കിച്ചൺ വേസ്റ്റ് മാനേജ്മെൻറ്റിനും വീട്ടിലെ ബാക്കി വരുന്ന വേസ്റ്റുകൾക്കും ഒരു കോഴി വളർത്തലിനും എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ബയോഗ്യാസ്. ഈ പ്ലാന്റ് ഇല്ലെങ്കിൽ എനിക്ക് കോഴി വളർത്താൻ പറ്റത്തേയില്ല. അതൊരു 100% ഷുവറായ കാര്യമാണ്. പിന്നെ ഇതിനകത്ത് യാതൊരു നാറ്റവും ഇല്ല. കോഴിക്കൂട്ടിൽ വീഴുന്ന കാഷ്ടം കഴുകി വീഴുമ്പോഴും ഇതിനകത്ത് വീഴുമ്പോഴും ഒന്നും ഒരു മണവും ഇല്ല. കാരണം ഡെയിലി നമ്മൾ കഴുകും. അത്യാവശ്യം ഒരു പ്ലാന്റിനുള്ള സ്ഥലമുണ്ടെങ്കിൽ ഇങ്ങനൊന്ന് ഉപയോഗിക്കാൻ നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിന് പറ്റിയൊരു സംഭവമാണ്. വേസ്റ്റൊന്നും വെളിയിൽ കളയുകയില്ല, നമുക്കത് ഗ്യാസായിട്ട് തിരിച്ചുപയോഗിക്കുകയും ചെയ്യാം.